ചാപ്റ്റർ 7 റിഡോക്സ് റിയാക്ഷൻ ഒരു വെയിറ്റേജ് കുറഞ്ഞൊരു ചാപ്റ്ററാണ്. എന്നാൽ അതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളെല്ലാം തന്നെ നമുക്ക് നോക്കാം. ദേടാ ഫസ്റ്റ് തന്നെ നമുക്ക് അതിൽ ഓക്സിഡേഷൻ റിഡക്ഷൻ ആണ് വരുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത് നമ്മുടെ ഓക്സിഡേഷൻ നമ്പർ ബേസ് ചെയ്തിട്ടുള്ളതും അതുപോലെ ഇലക്ട്രോണിക് കോൺസെപ്റ്റുമാണ്. അപ്പോൾ അത് രണ്ട് ബേസിലുള്ളതും എന്തായാലും ഡെഫിനിഷൻസ് നോക്കിയേക്കാം. പിന്നെ വരുന്നതാണ് ഒരു റിയാക്ഷൻ നന്നായിട്ട് ഓക്സിഡൈസിങ് ഏജൻറ്റും റെഡ്യൂസിങ് ഏജൻറ്റും കണ്ടുപിടിക്കാനുള്ളത്. ഐഡിയ ഉണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കാം. പിന്നെ ഫൈനലി ഓക്സിഡേഷൻ നമ്പർ ബേസ് ചെയ്തിട്ട് സ്റ്റോക്ക് നൊട്ടേഷൻ എഴുതാൻ ചോദിക്കും. വെരി മസ്റ്റ് നമ്മുടെ മെറ്റീരിയൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്, അത് ക്ലിയർ ആയിട്ട് പഠിക്കുക. സ്റ്റോക്ക് നൊട്ടേഷൻ വരയ്ക്കാനുള്ള 1 മാർക്കോ 2 മാർക്കിനായിട്ട് എഴുതാനായിട്ട് ചോദിക്കും. ആൻഡ് ദെൻ കംസ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ ആണ് ഇതിലെ ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. 3 മാർക്കിൻ്റെ ചോദ്യമാണ്. അത് 2 മെത്തേഡുകൾ യൂസ് ചെയ്യാം. ഒന്ന് ഹാഫ് റിയാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് യൂസ് ചെയ്യാം. മിക്കവാറും എക്സാമിന് ഹാഫ് റിയാക്ഷൻ മെത്തേഡ് തന്നെയാണ് ചോദിക്കാറ്. അതെന്തായാലും നോക്കിയേക്കാം. ആൻഡ് അതെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൽ തിയറി ആയിട്ട് വരുന്നതാണ് ടൈപ്സ് ഓഫ് റിയാക്ഷൻസ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആണ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനും അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്തായാലും നോക്കിയേക്കാം. ബാക്കിയുള്ളത് ടൈം കിട്ടുന്ന അനുസരിച്ച് ടൈപ്സ് ഓഫ് റിയാക്ഷൻ ബാക്കിയുള്ളതും കൂടി നോക്കാം. ബട്ട് ഇതാണ് ഏറ്റവും മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ് കേട്ടോ.